നമ്മെക്കുറിച്ച് വ്യക്തമായിട്ട് പദ്ധതി ഒരുക്കിയ ഒരു ദൈവമായ കർത്താവ് നമുക്ക് കൂടെയുണ്ട്. പക്ഷെ പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തളർന്നു പോവുകയാണ്. കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത്, കരുണത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മെ കൈപിടിച്ചുയർത്തുന്ന ദൈവത്തിൻ്റെ ആ ഒരു ശക്തി, ആ ശക്തിയുടെ കീഴിലേക്ക് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. പ്രത്യേകിച്ച് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തളർന്നു പോകുന്ന അവസ്ഥകൾ, അതോടൊപ്പം തന്നെ തകർക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഈശോയുടെ കരുണയിലേക്ക്, ദൈവവചനത്തിന്റെ ശക്തിക്ക് മുന്നിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52 അധ്യായത്തില് 12 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. ദൈവമായ കർത്താവ് നിങ്ങളുടെ മുന്നിൽ നടക്കും, അവിടുന്ന് നിങ്ങളുടെ പിൻകാവൽക്കാരനായിരിക്കും. നമുക്ക് വിശ്വസിക്കാം. പലപ്പോഴും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ ഓടുന്നവരാണ്. പക്ഷെ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ തളർന്നു പോകുവാൻ ദൈവമായ കർത്താവ് അനുവദിക്കുകയില്ല.